3-ാം അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ ആഗാഗ്യനായ ഹാമാൻ എന്ന ഉന്നത അധികാരിയുടെ നിരൂപണങ്ങളും ദുരുപായങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അധികാരം ലഭിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന, പദവി ദുരുപയോഗം ചെയ്യുന്ന അനേകം ആളുകളുടെ പ്രതീകമായിട്ടാണ് ആഗാഗ്യനായ ഹാമാൻ നിലകൊള്ളുന്നത്. രാജാവിനോട് ചേർന്ന് ഇരിക്കുകയും എന്നാൽ രാജാവിനോടൊപ്പം വിരുന്നിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഹാമാൻ യഹൂദ വംശജനായ മൊർദെഖായിയോട് സദാ വിദ്വേഷവും നീരസവും പുലർത്തി. എല്ലാവരും ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കണമെന്നുള്ള തീരുമാനത്തിൽ മൊർദെഖായി മാത്രം വിട്ടുനിന്നപ്പോൾ തീർച്ചയായിട്ടും മൊർദെഖായിയോട് ഹാമാന് വല്ലാത്ത നീരസം തോന്നി. ആ നീരസത്തിൽ നിന്നും മൊർദെഖായിയെ മാത്രമല്ല, യഹൂദ വംശത്തിൽ പെട്ട എല്ലാവരെയും, ഈ 127 സംസ്ഥാനങ്ങളിലും ജീവിക്കുന്ന ഈ യഹൂദരെ മുഴുവൻ ഉന്മൂലനാശനം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ഹാമാൻ. അതിനുവേണ്ടി രാജാവിനെ കണ്ട് സംസാരിക്കുകയും രാജഭണ്ഡാരത്തിലേക്ക് കൈക്കൂലി പോലെ 10,000 താലന്ത് സംഭാവനയായി നൽകുന്നതിന് ഒരുങ്ങുകയും ചെയ്യുന്നു. ഈ 10,000 താലന്ത് എന്ന് പറയുന്നത് വളരെ ഭീമമായിട്ടുള്ള ഒരു സമ്പത്താണ്. ഒരു താലന്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 34 കിലോ വെള്ളിയാണ്. അപ്പോൾ 10,000 കിലോ താലന്ത് രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാം എന്ന് പറയുമ്പോൾ രാജാവ് അത് സ്വീകരിക്കുന്നില്ല. എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ അന്നും നിലവിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു മുഖചിത്രമാണല്ലോ ഈ ഹാമാൻ്റെ നടപടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഹാമാൻ അഹശ്വേരോശ് രാജ്യത്തുള്ള രാജാവിൻ്റെ എല്ലാ യഹൂദരെയും കൊല്ലുവാൻ തരമന്വേഷിക്കുന്നു. മൊർദെഖായിയോടുള്ള പ്രതികാരമായിട്ട് വംശഹത്യയ്ക്ക് ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നതായിരുന്നു ഹാമാൻ്റെ നിഗൂഢമായിട്ടുള്ള ലക്ഷ്യം. അതിനുവേണ്ടി രാജസമ്മതി അല്ലെങ്കിൽ രാജാവിൻ്റെ ഉത്തരവ് നേടിക്കൊണ്ട് പൂര് എന്ന ചീട്ടിട്ട് നോക്കി സമയം നിശ്ചയിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ ചീട്ടിട്ട് നോക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിലുള്ള ഒരു നടപടിക്രമമായിരുന്നിരിക്കണം. പക്ഷേ പിൽക്കാലത്ത് ഈ നറുക്ക് ഈ ചീട്ടിൻ്റെ പേരിലാണ് പൂരീം എന്ന പെരുന്നാൾ ഉത്സവമായിട്ട് അവർ യഹൂദർ ആഘോഷിക്കുവാനായിട്ട് തുടങ്ങിയത്. പ്രത്യേകമായിട്ട് ഈ ജാതിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തിരഞ്ഞെടുക്കുകയാണ്. 1-ാം മാസം മുതൽ ഇങ്ങനെ രായസക്കാരെ വിളിച്ച് നറുക്കിട്ട് ഒടുവിൽ ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി യഹൂദ ജനതയെ മുഴുവൻ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ഉള്ള തീരുമാനമെടുക്കുന്നു. കൊന്നാൽ മാത്രം പോരാ, അവരുടെ സ്വത്തുവകകൾ മുഴുവൻ കൊള്ളയടിക്കണമെന്നും തീരുമാനിക്കുന്നു. ഈ അറിയിപ്പ് അഞ്ചൽക്കാർ വിവിധ സംസ്ഥാനത്തിൽ വിവിധ ഭാഷകളിൽ പ്രസിദ്ധമാക്കുകയാണ്. ഒരു വ്യക്തിയുടെ ദുരുപയോഗം കാരണം, ഒരു വ്യക്തിയുടെ വിദ്വേഷം കാരണം, ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ ഉപദ്രവിക്കുവാനും അവരെ മുഴുവൻ നശിപ്പിക്കുവാനും അവരെ മുഴുവൻ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനും അവർ അതുവരെയും നേടിയ എല്ലാ സമ്പാദ്യങ്ങളും കൊള്ളയടിക്കുവാനുമുള്ള തീരുമാനമെടുക്കുന്ന ഹാമാൻ തീർച്ചയായിട്ടും ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതീകമാണ് എന്നതിന് സംശയമില്ല.